ഹലോ ഗായ്സ് നിർമ്മലയാണ്. അപ്പം നമുക്ക് ഇന്ന് ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളെല്ലാവരും കുറേ നാളായി ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ട്. അപ്പം ഇന്ന് കുറേ മാങ്ങയൊക്കെ വീണിട്ടുണ്ട്. എല്ലാ ദിവസവും വീഴുന്നതാണ്. അപ്പം നമുക്കൊരു മാങ്ങ എല്ലാം പെറുക്കി അപ്പം ഇന്നത്തെ ഒരു വൺ ഡേ ഒരു ദിവസം നമ്മൾക്ക് യൂട്യൂബിൽ ഇടാമെന്ന് വിചാരിച്ചു വീഡിയോസായിട്ട്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും നിങ്ങളെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്താനുമായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് കുറച്ച് മാങ്ങ എല്ലാം വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ചേർക്കാനായിട്ട് പോകാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. കുഞ്ഞിപ്പെണ്ണ് വേഗം പോയി മുമ്പിൽ നിൽക്കുകയാണ്. വട്ടിയതാണ്ട് അവിടെ കൊണ്ടുവച്ചേക്കുന്നു പപ്പ. അതുകൊണ്ട് അങ്ങ് കൊണ്ടുപോകും. അപ്പം അതൊക്കെ ഇറങ്ങണേ. നടയൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയാണ്. അപ്പം നമ്മൾ താഴെ എത്തി. രാവിലെ തന്നെ പപ്പ ഇവിടെ കൊണ്ടുവന്ന് വട്ടിയൊക്കെ വെച്ച് കുറച്ച് മാങ്ങയൊക്കെ പെറുക്കിയെന്ന് തോന്നുന്നു. കുറച്ച് മാങ്ങയൊക്കെ പെറുക്കി അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഞങ്ങളും കൂടെ ഒന്ന് ശ്രമിക്കുകയാണ്. കുഞ്ഞിപ്പെണ്ണുണ്ട്, വലിയ പെണ്ണുണ്ട്. അപ്പോൾ എല്ലാവരുമായിട്ട് ഞങ്ങളൊന്ന് ശ്രമിച്ച് നോക്കട്ടെ, എവിടെയെങ്കിലും കണ്ടാലോ. ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റുന്നില്ല. വീഡിയോ ഇടണമെന്നൊക്കെ വിചാരിക്കും, പിന്നെ ഓരോ വർക്കിലങ്ങ് ആയിപ്പോകുമ്പോഴത്തേക്ക് അതങ്ങ് പെൻഡിങ്ങിൽ വരും. അപ്പോൾ അതാണ് നമുക്ക് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. വീഡിയോ ഇടാനായിട്ട് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, സമയങ്ങളും സന്ദർഭങ്ങളും ഒന്നും ഒത്തുവരാത്തത് കൊണ്ടാണ് വീഡിയോ ഇടാനായിട്ട് വൈകുന്നത്. അപ്പം എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതുതായിട്ട് ആരംഭിച്ചതാണ്, അധികമൊന്നും അങ്ങനെ മുമ്പോട്ട് പോയിട്ടില്ല ചാനൽ. അപ്പോൾ ഞാനിതിനു മുമ്പേ ഒരു ചാനൽ തുടങ്ങിയായിരുന്നു. അപ്പോൾ അതിനത്ര റീച്ചും കാര്യങ്ങളും ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് രണ്ടാമതായിട്ട് ഞാൻ തുടങ്ങിയതാണ്. അപ്പോൾ ഇതിനകത്ത് എനിക്കങ്ങനെ കുറച്ച് വീഡിയോകളൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ളൂ. ഒരു കമ്പനിയിൽ ഞാൻ വർക്കറായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വർക്ക് ഡീറ്റെയിൽസായിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ ആ വർക്ക് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അതാണെങ്കിൽ എല്ലാ മാസവും എനിക്ക് എമൗണ്ട് കണ്ടെത്താനായിട്ട് പറ്റുന്നില്ല. അപ്പം നമുക്ക് ഒരു വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങോട്ടാണ് നമുക്ക് പൈസ കിട്ടേണ്ടത്. അപ്പം നമ്മൾക്ക് അങ്ങോട്ട് കൊടുക്കാനാണെങ്കിൽ പിന്നെ നമ്മൾ ആ വർക്ക് ചെയ്യുന്നതിനെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. അപ്പം നമ്മൾ അതുകൊണ്ട് ചെറിയതായിട്ട് സ്റ്റോപ്പാക്കിയേക്കുവാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ എമൗണ്ട് ഉണ്ടെങ്കിലല്ലേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് അത്യാവശ്യമായിട്ട് ഇപ്പോൾ എന്തിനും ഏതിനും നമുക്ക് നമ്മുടെ ഭർത്താക്കന്മാരെ ആശ്രയിക്കേണ്ട ഏതൊരു സ്ത്രീക്കും വരുന്നതൊരു ചലഞ്ചാണ്, നമ്മുടെ ഭർത്താക്കന്മാരെ ആശ്രയിക്കുക. അപ്പോൾ ഭർത്താക്കന്മാർ വർക്കിനൊക്കെ പോകുന്നവരാണെങ്കിലും ഒക്കെ, ഇപ്പോൾ വർക്കിന് പോകാത്ത സുഖമില്ലാതെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് അത് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് മാസാമാസം എനിക്ക് അങ്ങനെ എമൗണ്ട് കയ്യിലെടുക്കാനില്ലാത്തത് കൊണ്ട് ഞാനത് ചെറുതായിട്ട് സ്റ്റോപ്പ് ചെയ്തു. കാരണം എനിക്കെല്ലാ മാസവും പൈസ എടുക്കാനില്ല എൻ്റെ കയ്യിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് ചെറുതായിട്ട് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. വർക്ക് അശേഷം ഞാൻ നിർത്തിയില്ല, എങ്കിലും ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം മാങ്ങയൊക്കെ രാവിലെ കുറച്ചേ ഉള്ളെന്ന് തോന്നുന്നു. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ നല്ലതുപോലെ ഇവിടെ മാങ്ങ കിടക്കുന്നതായിരുന്നു. പപ്പ വന്നോ? എന്നതാ? പച്ചമാങ്ങയോ? അത് എന്തെങ്കിലുമൊക്കെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ തള്ളിയിടുന്നതാണ് താഴോട്ട് പച്ചമാങ്ങ.
രാവിലെ തന്നെ വെറും വയറ്റിൽ പച്ചമാങ്ങ തിന്നല്ലോ അച്ഛേ. ഇനി അടുത്ത കൊള്ളയ്ക്കുള്ള സമാധാനം തേടിക്കോ. കൂണോ? ഇത് ആ അത് നല്ല കൂണല്ല, അത് നല്ല കൂണല്ല. അന്ന് വേണ്ട, മരക്കൂണ, അത് നല്ല കൂണല്ല. അവർ തിന്നെന്നും പറഞ്ഞ് നീ തിന്നു. മാങ്ങ ഇന്ന് കുറവാണ്. ഇന്നലെയൊക്കെ ഓരോ വട്ടി നിറയെ കിട്ടിയായിരുന്നു. അപ്പം ഇന്ന് മാങ്ങ കുറവാണ്. കാപ്പിയിലൊക്കെ താഴെ കയറി വന്നിരിക്കുന്നുണ്ട്. ഇതൊക്കെ പൊട്ടിച്ച് കളയണം. ഞാൻ പറമ്പിലോട്ട് ഇറങ്ങാത്തത് കൊണ്ട് ഇതെന്തിനാണോ? പിന്നെ ഇതും കൂടെ കിളിച്ച് വന്നെങ്കിലേ മരം താങ്ങോ. അപ്പോൾ ഞാൻ അതെടുത്തോ, പോവാം. നടക്ക്. അപ്പം മാങ്ങ പെറുക്കലിൻ്റെ കഥ ഇപ്പോൾ ഇത്രയായി. ഇത്രയും മാങ്ങായേ കിട്ടിയിട്ടുള്ളൂ. ഇത് രാവിലെ പപ്പ പെറുക്കി വെച്ചിട്ട് പോയതാണ്. അല്ലെങ്കിൽ ഇത് നിറയെ കിട്ടുമായിരുന്നു. ഈ വട്ടി നിറയെ കിട്ടും. അപ്പം കാട്ടിലൊന്നും പോകാതെ. അവൾ തേങ്ങ കണ്ട് അത് പെറുക്കാൻ പോയതാ. തേങ്ങ എടുക്കാൻ പോയതാ അവൾ. എന്നാ പിടിച്ചാൽ കയറാൻ പറ്റുമോ? അതെന്തിനാ? ഞാൻ ആദ്യം പോയാൽ പറ്റത്തില്ലേ? അപ്പം ചാനലിൽ നമുക്ക് റീച്ച് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ എല്ലാവരും ദയവ് ചെയ്ത് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ വിലയേറിയ കമൻറ്റുകൾ അതൊക്കെ എനിക്കൊന്ന് അയയ്ക്കുക. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം അടുത്ത വൺ ഡേ കാര്യങ്ങളുമായിട്ട് ബാക്കി കാര്യങ്ങൾ ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് മുന്നോട്ട്. ഇന്നത്തെ ഡേ ഞാൻ മുട്ട കറി വെക്കാൻ പോവുകയാണ്. ഉള്ളി വഴറ്റാനിട്ടു. ഗ്യാസ് ഇല്ലാത്തത് കൊണ്ട് അപ്പം ഭയങ്കര ഗ്യാസിന് അറിയാലോ. അപ്പം ഞങ്ങളെ ഗ്യാസ് തീർന്നിട്ട് മാസം ഒന്നായി, ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അടുപ്പിലാണ് എല്ലാ പരിപാടിയും. ഹായ് ഗൈസ്, അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ ബെല്ലൈക്കൺ അമർത്തുക. അപ്പം ഞാനിടുന്ന വീഡിയോ എപ്പോൾ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. ഒരു ലൈക്കെങ്കിലും അടിച്ച് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു വാച്ചിങ്.